നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ പോരാ, വയറ് നിറച്ച് കഴിക്ക് കുറച്ചുകൂടി. ചേച്ചി വന്നല്ലോ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്റെ അഞ്ചുമോളെ കൊല്ലാൻ നോക്കാണോ? നിങ്ങളോട് ആര് പറഞ്ഞു ഇവക്ക് ആഹാരം കൊടുക്കാൻ? ദർശനെ, ഇവക്ക് വിശക്കുന്നു തോന്നിയപ്പോ ഞാൻ ഇത്തിരി ആഹാരം എടുത്തു കൊടുത്തു. അതിനാണോ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? ആഹാരം കൊടുത്തതുകൊണ്ടല്ല, അത് നിങ്ങൾ കൊടുത്തതുകൊണ്ടാ. ഇതിനകത്ത് എന്തെങ്കിലും വിഷം ചേർത്ത് നിങ്ങൾ ഇവളെ കൊല്ലില്ലെന്ന് ആര് കണ്ടു? ദർശനെ, നീ അങ്ങനെയൊന്നും പറയരുത്. വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നത് തെറ്റാണോ? ഞാൻ ഇതിനകത്ത് ഒരു വിഷവും ചേർത്തിട്ടില്ല. എന്നെ നീ ഇങ്ങനെ സംശയിക്കരുത്. എങ്ങനെ സംശയിക്കാതിരിക്കും? ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു എന്ന് എനിക്കറിയാം. ഈ വീട്ടിൽ ഞങ്ങൾക്കെതിരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ആള് മാറിയെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കണോ? ഇതുപോലെ സ്നേഹത്തോടെ പെരുമാറാനും ഒരാൾക്ക് സ്നേഹത്തോടെ ആഹാരം കൊടുക്കാനും നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. അതൊക്കെ ദർശന പറയുന്നത് ശരിയാ. പക്ഷേ ആ ഗിരിജ മാറി. ഇത് പുതിയ ഗിരിജയാ. ആരോടും വൈരാഗ്യമില്ലാത്ത, എല്ലാവരോടും സ്നേഹം മാത്രമുള്ള, എല്ലാത്തിനും നന്മ മാത്രം കാണുന്ന ഗിരിജ. അനുഭവങ്ങളാണ് ദർശനെ എന്നെ മാറ്റിയത്. ഇതുവരെ ഞാൻ ജീവിച്ചതും നിങ്ങളോടൊക്കെ പെരുമാറിയതും എല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കടലിലെ ജലം മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് വറ്റിപ്പോയിന്ന് ആരെങ്കിലും പറഞ്ഞ അത് വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. സൂര്യൻ ഇന്ന് രാവിലെ കിഴക്കുദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് ഉദിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷേ നിങ്ങളുടെ സ്വഭാവം മാറിയെന്ന് ആര് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല. ഈ ഭൂമിയില് ആർക്ക് എന്ത് മാറ്റം സംഭവിച്ചാലും നിങ്ങൾക്കൊരു മാറ്റവും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദർശന പറയുന്നതില് കാര്യമുണ്ട്. ശരിയാണ്. ഇന്നലെ വരെ ഞാൻ ചെയ്ത ദ്രോഹങ്ങൾ വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെ തന്നെ പെരുമാറും. അതില് ഞാൻ നിങ്ങളെ ഒരു കുറ്റവും പറയില്ല. ദുഷ്ടനും കള്ളനും കൊള്ളക്കാരനുമായ ഒരു കാട്ടാളനാണ് വാൽമീകി മഹർഷിയായി മാറിയത്. അന്നുവരെ അദ്ദേഹം സഞ്ചരിച്ച വഴികളിൽ നിന്നൊക്കെ മാറി ശാന്തിയുടെയും സമാധാനത്തിന്റെയും വഴിയെ അദ്ദേഹം സഞ്ചരിച്ചു. ആദ്യമൊന്നും ആരും അദ്ദേഹത്തിനെ വിശ്വസിച്ചില്ല. ഇപ്പോ നിങ്ങൾ ചെയ്യുന്നത് പോലെ എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. ഒടുവിൽ എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം മാറിയെന്ന് പറഞ്ഞത് സത്യമാണെന്ന്. കൊള്ളാം, നല്ല ഉദാഹരണം. വാൽമീകി മഹർഷി എവിടെ കിടക്കുന്നു, നിങ്ങൾ എവിടെ കിടക്കുന്നു? ആളുകളുടെ ദുഷ്ട സ്വഭാവം മാറി നന്നാവുന്നതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ കാര്യമായതുകൊണ്ടാ ഞങ്ങൾക്ക് വിശ്വാസം പോരാത്തത്. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ എന്നെ എത്ര അപമാനിച്ചാലും ഇനി തല്ലിയാൽ പോലും ഞാൻ നിങ്ങളെ ആരെ ഒന്നും പറയില്ല. കാരണം ഞാൻ അത് അർഹിക്കുന്നുണ്ട്. അതൊക്കെ ഇന്നലെ വരെ ഞാൻ നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാ. ഇനിയുള്ള എൻ്റെ പ്രവൃത്തിയിലൂടെ വേണം എനിക്കതൊക്കെ മാറ്റിയെടുക്കാൻ. എനിക്ക് നന്നാവണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവർക്കും
നല്ലത് മാത്രം ചെയ്ത് ജീവിക്കണം. അതിന് നിങ്ങളൊക്കെ ഒരു അവസരം തരണം. അത് മാത്രമേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. ആ ഉസ്താദിന്റെ കാര്യത്തില് നിങ്ങൾ എന്തിനാ ദർശനയോട് തർക്കിക്കാൻ പോയത്? അയാളെ സൂക്ഷിക്കണം. എന്തിന്? അയാൾ വിശ്വേട്ടന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അതിനെന്താ? വിശ്വേട്ടന് എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം നിങ്ങൾ ഇതുപോലെ ഭയക്കണോ? എല്ലാവരെയും അല്ല, ഇയാളെ ഭയക്കണം. വിശ്വേട്ടന്റെ പല കാര്യങ്ങളിലും ഇയാൾ ഇടപെട്ടിരുന്നു. ആ വിൽപ്പത്രം എഴുതിയ കാര്യത്തിൽ പോലും ഇയാൾ ഇടപെട്ടിട്ടുണ്ടെന്നാ എന്റെ വിശ്വാസം. വിശ്വേട്ടൻ അയാളെ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നുവെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിലേ ഒരിക്കലും അയാൾ ഔട്ട് ഹൗസിൽ താമസിക്കാൻ സമ്മതിക്കരുത്. അത് കൂടുതൽ അപകടമാവും. എന്നാല് ദർശന പറയുന്നത് നമ്മൾ എതിർക്കുന്നുവെന്ന് അവൾക്ക് തോന്നുകയും ചെയ്യരുത്. വളരെ തന്ത്രപരമായിട്ട് വേണം ഇക്കാര്യം ഡീൽ ചെയ്യാൻ. ആ ഉസ്താദ് ഏട്ടത്തിയും തമ്മില് അധികം അടുത്തിടപഴകാൻ അവസരം ഉണ്ടായാല് അത് നമുക്ക് ദോഷവേ ചെയ്യൂ. ഒരു കാരണവശാലും അയാളെ ഏട്ടത്തി കാണാതിരിക്കുന്ന തന്നെയായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഔട്ട് ഹൗസിൽ കൊണ്ടുവന്ന് അയാളെ താമസിപ്പിക്കാനുള്ള ദർശനയുടെ നീക്കത്തെ ഞാൻ എതിർത്തത്. എന്ന് കരുതി ഞാൻ ദർശനയോട് വഴക്കിനൊന്നും പോയിട്ടില്ല. എന്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. സത്യത്തിലെ ഉസ്താദിന് വിശ്വേട്ടന്റെ മരണത്തെപ്പറ്റി എന്തെങ്കിലും അറിയായിരിക്കോ? അറിയാമെങ്കിൽ ആദ്യം അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് അനുകൂലമായ രീതിയിൽ അത് മാറ്റിയെടുക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉസ്താദിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. വാ. എന്തേ രണ്ടുപേരുടെയും മുഖത്ത് ഇത്രയും സന്തോഷം? അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്. അതിന്റെ സന്തോഷമാ. എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്താ ഇവള് പറഞ്ഞത്? ഗിരിജ മാഡം വളരെ സ്നേഹത്തോടുകൂടി ആഹാരം വാരിക്കൊടുത്ത കാര്യമാ അവള് പറഞ്ഞത്. രക്ഷിച്ച കൈകൊണ്ട് തന്നെ ശിക്ഷിക്കാനും ഗിരിജയ്ക്കറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സ്നേഹപ്രകടനം അധികം അങ്ങോട്ട് വിശ്വസിക്കണ്ട. അല്ലമ്മേ, ഗിരിജ മാഡം ശരിക്കും മാറിയെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര സ്നേഹത്തോടെ ഇവൾക്ക് ചോറൊക്കെ വാരിക്കൊടുക്കുവോ? ചോറ് വാരി തന്നിട്ട് അവൾ വേറെ എന്തൊക്കെ പറഞ്ഞു? ഇതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിരുന്നെങ്കിൽ ഈ വീട്ടില് ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു അമ്മേ. മോൾക്ക് സന്തോഷമായോ? അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? കഴിഞ്ഞ ദിവസം ഗിരിജ മാഡത്തോട് ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. വേറൊന്നും വിചാരിക്കരുത്. അപ്പോഴത്തെ സാഹചര്യത്തില് അങ്ങനെ സംഭവിച്ചു പോയതാ. അതിന് നിന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നീയല്ല ആരായാലും ഗിരിജയുടെ ഈ മാറ്റം അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല. അഞ്ജനമോക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷമോ മറ്റോ കലർത്തി വാരിക്കൊടുക്കുമായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പണ്ടായിരുന്നെങ്കിൽ അവൾ അതും ചെയ്യുമായിരുന്നു.
ഇപ്പോഴത്തെ ഈ മാറ്റം എന്നും ഇതുപോലെ അങ്ങ് കണ്ടാ മതി.